ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് ഇന്റഗ്രേഷൻ. അപ്പോൾ എന്താണ് ഇന്റഗ്രേഷൻ, എവിടെയാണ് ഇന്റഗ്രേഷൻ, എവിടുന്നാണ് ഇന്റഗ്രേഷൻ? ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പറഞ്ഞുതരാം. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷൻ കൊടുത്താൽ മതി. ഇന്റഗ്രേഷൻ മീൻസ് ആഡിങ് അപ്പ് സ്മാൾ പാർട്സ് ടു ഫൈൻഡ് ദ ഹോൾ എന്നാണ്. അതായത് ചെറിയ ചെറിയ എന്തൊരു കാര്യത്തിന്റെയും ചെറിയ ചെറിയ പാർട്ടുകളെ കൂട്ടി വെച്ചുകൊണ്ട് അതിന്റെ വലിയൊരു സംഭവമാക്കി മാറ്റുക. വലിയൊരു സംഭവമാക്കി മാറ്റുക. അതായത് ഇപ്പൊ ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിനെ ചെറിയ 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 പാർട്ടുകളാക്കി എന്നിട്ട് അതിനൊക്കെ പാടെ കൂട്ടി യോജിപ്പിക്കുക. ആ കൂട്ടി യോജിപ്പിക്കണേനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഇപ്പൊ ഒരു ത്രികോണത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അതിനെ ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട്, അത് ശരിക്കും ഈ റെക്ടാങ്കിൾസിന്റെയും ട്രയാങ്കിൾസിന്റെ ഒക്കെ ഏരിയന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. കാരണം അതൊക്കെ സ്ട്രെയിറ്റ് ലൈനാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണോ, അങ്ങനെ കർവുകളുള്ള ഈ ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക? ഏതായാലും നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഡെറിവേഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലൊരു കർവ് കൺസിഡർ ചെയ്തത്. ഇതൊരു ഫംഗ്ഷന്റെ കർവാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൂട്ടിക്കോ. ആ ഒരു ഫംഗ്ഷന്റെ കർവാണിത്. ഓക്കെ, അതിൽ എവിടെ മുതൽ എവിടെ വരെയാണ്? എ എന്ന് പറഞ്ഞ പോയിന്റ്, മുതൽ ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെയാണ്. അതായത് എക്സ് ആക്സിസിലെ എ വാല്യൂ മുതൽ ബി വാല്യൂ വരെയാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള വാല്യൂ എന്ത്, അതായത് സ്കെയിൽ വെച്ചിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ നേരുള്ള വാല്യൂ, എന്റെ നേരുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എക്സ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ആണ് എടുക്കല്. പക്ഷെ ഇവിടെ എക്സിന്റെ പകരം എ ആണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, എഫ് ഓഫ് എ കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ബി ആണുള്ളത്. ബിക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഫിന്റെ ബ്രാക്കറ്റ് എഫ് ഓഫ് ബി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിഫറൻസിയേഷനിൽ പറഞ്ഞതാണ്. ഇതേപോലെ കർവിന്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്. നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇതിന്റെ അടിയിലുള്ള ഏരിയയാണ്. ഇതിന്റെ അടിയിലെ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കർവായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഓരോ ഇതിന്റെ ഭാഗങ്ങൾ, ഇതിന്റെ ചെറിയ 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 ഭാഗങ്ങളാക്കാൻ പോവാണ്. ഓരോ ഭാഗങ്ങളാക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ആദ്യം ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ഭാഗങ്ങളല്ല, റെക്റ്റാങ്കിളുകളാക്കാൻ പോവാണ്. ഈ കർവിന്റെ അടിയിൽ ഒരുപാട് റെക്റ്റാങ്കിളുകൾ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോ കണ്ടോ, ഇപ്പൊ ഇത് ചെറിയ 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 ആയിട്ടില്ല, ജസ്റ്റ് വരകൾ മാത്രം. മുകളിലും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്ട് വരക്കാണ്ട് കേട്ടോ. മുകളിൽ റെക്റ്റാങ്കിൾ ആകണമെന്നുണ്ടെങ്കിൽ 4 സൈഡും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു, അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, ഇത് കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. ഈക്വൽ ആയിട്ടുള്ള റെക്റ്റാങ്കിളുകളാണ് ആക്കേണ്ടത്. ജസ്റ്റ് വരക്കണോടത്തുള്ള വരുന്ന എററാണ്, കുഴപ്പമില്ല. ഇതൊക്കെ ഈക്വൽ ആയിട്ടുള്ള വിടുത്താണ്, ഇതിന് ഈക്വൽ ആയിട്ടുള്ള വിടുത്താണ്. വിടുത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എച്ച് എന്ന് വിളിക്കാം. എച്ച്, ഈ ഒരു ഇതിന്റെ കട്ടി, അത് എച്ച്. ഓക്കെ, അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഞാൻ ഇപ്പൊ എന്താ ചെയ്തത്, ഇതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ റെക്റ്റാങ്കിളുകൾ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഏരിയകളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയകളാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഏരിയകളൊന്നും നമുക്ക് എന്തില്ല, നമുക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഈ ഏരിയ നമ്മൾ വേറൊരു കാര്യം വെച്ചിട്ട് സോൾവ് ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പ്രശ്നം അതാണ്, ഏരിയ. ഈ ഒരു പുറത്ത് കുറെ ഏരിയ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു നീളം ഇൻറ്റു ഈ ഒരു നീളമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇതിന്റെ കട്ടി അല്ലെങ്കിൽ ഇതിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് എച്ച് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എ ആയിരിക്കും. കാരണം ഇതെന്താണ്, ഇതിന്റെ വൈ വാല്യൂ ആണ്. ഇത് ഇവിടെ 1 2 3 4 5 6 ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ 10 ആയിരിക്കും ഇതിന്റെ ഹൈറ്റ്. പക്ഷെ നമുക്ക് ഇവിടെ എഫ് ഓഫ് എ ആണുള്ളത്, അതുകൊണ്ട് ഇതിന്റെ ഹൈറ്റ്
എഫ് ഓഫ് എ ആണ്. അതേപോലെ തന്നെ ബ്രെഡ്ത്ത് എച്ച് ആണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇത് എ പ്ലസ് എച്ച് ആണ് ഈ റെക്ടാങ്കിൾ നിൽക്കുന്നത്. എ പ്ലസ് എച്ച്, അതായത് എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനോട് എച്ച് എന്ന് പറയുന്ന ചെറിയൊരു സംഖ്യ കൂട്ടിയത്. അപ്പൊ എ പ്ലസ് എച്ച് കിട്ടും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു പോയിന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് എന്ത് ചെയ്ത് നോക്കാം, ഇങ്ങനെ എഴുതി നോക്കാം. ഫസ്റ്റത്തത് നമുക്ക് ആദ്യം തന്നെ ഇതെടുക്കാം. ഒന്നാമത്തെ ഈ ഒരു റെക്ടാങ്കിൾ, അതിന്റെ ആ ഒരു ലെങ്ത് ലെങ്ത് അല്ല ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് തന്നെ ഹൈറ്റ് ഇൻറ്റു എച്ച് ഇൻറ്റു എഫ് ഓഫ് എ, അതിന്റെ ഹൈറ്റ് അല്ല ബ്രെഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് നമുക്ക് ബി എന്ന് സൂചിപ്പിച്ച കൺഫ്യൂഷൻ വരില്ല, അതിലേക്ക് തന്നെ മാറിപ്പോകുന്നുണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കട്ടി അല്ലെങ്കിൽ അതിന്റെ ബ്രെഡ്ത്ത്, എഫ് ഓഫ് എ എന്ന് പറഞ്ഞാലാണ് അതിന്റെ ഹൈറ്റ്. അപ്പോൾ ആ ബ്രെഡ്ത്ത് ഇൻറ്റു എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് പിന്നെ രണ്ടാമത്തെ ഇൻറ്റു എച്ച് ആണ്. എല്ലാതും ഈക്വൽ ആയിട്ടുള്ള എന്താണ് ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ അടിയിലുള്ള ഈ ലെങ്ത്തുകളൊക്കെ ഞാൻ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എറർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഓർമ്മല്ലേ. ഇവിടെ എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഓക്കെ, അപ്പൊ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? എ പ്ലസ് ഇവിടെ എ ആണ്, എ പ്ലസ് എച്ച്, ഇവിടെ എ പ്ലസ് 2h ആയിട്ട് മാറും. അങ്ങനെ പോയി എ പ്ലസ് 3h, എ പ്ലസ് 4h, എ പ്ലസ് 5h ആയിട്ട് ഒരുപാട് ഉണ്ടാവും. ഇവിടെ ഏകദേശം നമുക്ക് 1 2 3 4 5 6 7 ഏകദേശം 7ഓളം എന്താണുള്ളത്, 7ഓളം പാർട്ടുകളാണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ എല്ലാത്തിന്റെയും ബ്രെഡ്ത്തും സെയിം ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇത് ആഡ് ചെയ്ത് പോകും. ആഡ് ചെയ്ത് പോയിട്ട് എത്ര വരെ പോകാം? എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എൻ എച്ച് വരെ. ഇവിടെ 2h ആവും, 3h ആവും, 4h അങ്ങനെ എക്സെട്ര NH വരെ. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ടുണ്ടോ? ഇല്ല. ഈ ഭാഗത്തൊക്കെ ഏരിയ നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത കുറെ ഏരിയകളുണ്ട്. അതിനെങ്ങനെ നമ്മൾ ഈ കർവിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏരിയ ആക്കി മാറ്റുക? അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആദ്യം എന്ത് ചെയ്യാലോ, ഈ ഒരു ലെങ്ത് ബി ഈ ഒരു ലെങ്ത് ആണല്ലോ ബി വരെ ഉള്ളത്. ഓക്കെ, ഇത് ഈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരെയാണ് ഈ ബി വരെയുള്ള ലെങ്ത്. അപ്പൊ ഞാൻ ബി എഴുതി. അതിന് ഈ എന്റെ ലെങ്തിനെ ഞാൻ മൈനസ് ചെയ്തു. അപ്പൊ ബാക്കി നമുക്ക് ഈ എ ബി എന്ന് പറഞ്ഞ ഈ ഒരു ലെങ്ത് കിട്ടുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? എനെ മൈനസ് ചെയ്യാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ലെങ്ത് എനിക്ക് ഇവിടെ കിട്ടി. ഡിവൈഡഡ് ബൈ n വെച്ചു കൊടുത്തു. എന്താണ് n എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്ടാങ്കിളുകളുടെ എണ്ണാണ്. അത് എത്ര വേണമെങ്കിൽ നമുക്ക് NH വരെ ഉള്ളതുകൊണ്ടാണ് അവിടെ n കൊടുത്തത്. സാധാരണ ഒരു എന്താണ് 6നെ 2 ഭാഗമാക്കണം. നമ്പർ 6നെ 2 ഭാഗമാക്കണമെങ്കിൽ 6 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുക, അതായത് ഭാഗങ്ങളാക്കാനാണ്. അതേപോലെ 12നെ 6 ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 6 എന്നാണ് പറയല്. അതേപോലെ തന്നെ ഈ ഒരു വലിയൊരു ലെങ്തിനെ ഭാഗങ്ങളാക്കണമെങ്കിൽ, അതായത് നമ്മൾ കട്ട് ചെയ്താണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ b മൈനസ് എ ഡിവൈഡഡ് ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു h ആണെന്നുണ്ട് വിചാരിക്കുക. h എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇതിന്റെ വിഡ്ത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഓക്കെ, ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഉള്ളിലേക്ക് കയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി ഈ എന്നിന്റെ ഇപ്പൊ ഇവിടെ n ഈക്വൽ ടു 7 ആണ്. ഞാൻ ഈ എന്നിന്റെ എണ്ണം കൂട്ടാണ്. n ഈക്വൽ ടു ഇൻഫിനിറ്റി ആക്കാന്ന് വിചാരിച്ചു. n ഈക്വൽ ടു ഇൻഫിനിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? h ടെൻസ് ടു 0 അടുക്കണം. h 0 അടുക്കുമ്പോൾ n സ്വാഭാവികമായിട്ട് ഇൻഫിനിറ്റി ആവും. n ഇൻഫിനിറ്റി ആവാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്സ് വരിക എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്സ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്, ഈ ഒരു ഗ്രാഫിനെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വരക്കാൻ പോവാണ്. അപ്പോൾ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക.
ഓക്കെ, നമ്മൾ ഗ്രാഫിനെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഏകദേശം 3 റെക്റ്റാങ്കിളുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പാർട്സ് ഉണ്ട്, ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയാണ്. ഓക്കെ, ഇതിപ്പോ ട്രയാങ്കിൾ ആയിട്ടില്ല, മുകളും കൂടി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, സോറി റെക്റ്റാങ്കിൾ ആകുള്ളൂ. ട്രയാങ്കിൾ അല്ല കേട്ടോ, റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, അപ്പം ഇതാണ്. ഇപ്പൊ ഇവിടെ എന്തുണ്ട്, പുറത്തേക്ക് ധാരാളം ഏരിയ ഉണ്ട്. ഞാൻ ക്യാമറ ഒന്നും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഏരിയ ഉണ്ട്, ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഏരിയ ഉണ്ട്, ഇവിടെ ഏരിയ ഉണ്ട്. ഞാൻ ചെയ്യാൻ പോണ കാര്യം ഈ റെക്റ്റാങ്കിളുകളെ വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഏരിയന്റെ മുകൾ, അതായത് ഈ ഒരു കർവിന്റെ മുകളിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. നേരെ താഴോട്ട് ഇറക്കുകയാണ്. ഓക്കെ, അപ്പം 3 റെക്റ്റാങ്കിളുകൾ നേരെ 6 റെക്റ്റാങ്കിളുകളായിട്ട് മാറും. അതായത് n കൂടും, നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് കൂടും. ഇനി ഈ ഭാഗം നോക്കിക്കേ, ഈ ഭാഗം, ഈ ഒരു ഏരിയ ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏരിയ ആയിട്ട് വന്നു അല്ലെ, ഈ ഏരിയ നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ ഞാനിപ്പോ ഇങ്ങോട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഏരിയ കർവ് കൂടെ ഏകദേശം ലൈന് പോകുന്നുണ്ട്. ഞാൻ വരച്ചപ്പോൾ അടിയിൽ കൂടെ പോയിരുന്നുള്ളൂ. കർവ് കൂടെ ഏകദേശം എന്ത് ചെയ്യുക, റെക്റ്റാങ്കിളിന്റെ എന്തുകൊണ്ട് ഒരു സൈഡ് പോകുന്നുണ്ട്. അപ്പൊ ആ ഏരിയയും കൂടി നമുക്ക് കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും ഇതിനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഉള്ള ഏരിയയും കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കർവിന്റെ അടിക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഇവിടെ നിന്നാണ് എനിക്ക് അടുത്ത, ഇവിടെ ഞാൻ ഈ കർവുമെന്നാണ് അടിക്ക് വരച്ചത്, ഇവിടെ അല്ല കേട്ടോ. ഇത് ഞാനിവിടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഏരിയയും കൂടി നമുക്ക് കിട്ടി. ഇനി വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയും കൂടി കിട്ടും. ഇനി ഈ ഭാഗം നോക്കി നോക്കി, ഈ ഭാഗം ഞാൻ വീണ്ടും ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ, വീണ്ടും ഇത് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഇങ്ങോട്ടാ വരക്കാണ്ടാവുക. അതേപോലെ ഈ വര നേരെ ഇങ്ങനെയാണ് വരക്കാണ്ടാവുക. ഓക്കെ, എന്നാലും ഈ ഒരു ഏരിയ, ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ലാതെ പോകും. ഓക്കെ, ട്രയാങ്കിളുകളൊക്കെ അടിക്ക് വന്നു. ഇങ്ങോട്ടേക്ക് ഇനി ട്രയാങ്കിൾ ഇല്ല, കാരണം ഇത് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. ട്രയാങ്കിൾ അല്ല കേട്ടോ, ഞാൻ മാറി പറയുന്നതാണ്, റെക്റ്റാങ്കിളുകളാണ്. ഓക്കെ, ഇനി ഇവിടൊക്കെ സംഭവിക്കണം അങ്ങനെയാണ്. നമ്മൾ ഇനി എത്ര റെക്റ്റാങ്കിളുകളുടെ എണ്ണം കൂട്ടുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഏരിയ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏരിയന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുകൾക്ക് പുറത്തേക്ക് പോയ നമ്മളെ റെക്റ്റാങ്കിളുകളുടെ പാർട്ടുകൾ ഉള്ളിലോട്ട് വരും. അകത്തേക്ക് ഉള്ളിലേക്ക് പോയതാ, ഇങ്ങനെയൊക്കെ ഉള്ളിലേക്ക് പോയ നമ്മളെ റെക്റ്റാങ്കിളുകളുടെ പാർട്ടുകളൊക്കെ ഇതിന് മുകളിലേക്ക് വരും. അങ്ങനെ ഈ കറക്റ്റ് ഈ ലൈൻമ കൂടെ ഇതിങ്ങനെ എത്രത്തോളം ചെറുതാകുന്നോ അതിനനുസരിച്ച് കറക്റ്റ് ഈ ലൈൻമ കൂടെ അങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു റെക്റ്റാങ്കിളുകൾ വരും. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എണ്ണം കൂടുന്നതിനനുസരിച്ച്, റെക്റ്റാങ്കിളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ഗ്രാഫ് താഴേക്ക് താഴ്ന്നു വരും. കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പൊ n = ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു അവിടെ h ടെൻസ് ടു 0 ആണെന്ന്. 10 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പരിചയപ്പെടണം, ലിമിറ്റിനെ പരിചയപ്പെടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊരു ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണ്, ഈ ഒരു ഇക്വേഷന് ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ലിമിറ്റ് h ടെൻസ് ടു 0. അങ്ങനെ 0യിലേക്ക് ലിമിറ്റ് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ n = ഇൻഫിനിറ്റി ആണ്. അതായത് ഇതിന്റെ ഏരിയ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഏരിയ അണ്ടർ ദി കർവ് ആയിട്ട് വരും. ഒരു കർവിന്റെ ഏരിയ ആയിട്ട് വരും. പുറത്തേക്കും ഉണ്ടാവില്ല, ഉള്ളിലേക്കും ഉണ്ടാവില്ല. കറക്റ്റ് ആ വരുമ്പോ കൂടെ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള റെക്റ്റാങ്കിൾസ് വരും. റെക്റ്റാങ്കിൾസിന്റെ കട്ടി കുറഞ്ഞു വരും. ഈക്വൽ ആയിരിക്കും, എല്ലാത്തിന്റെയും h ഈക്വൽ ആയിരിക്കും. പക്ഷെ അതിന്റെ കട്ടി കുറഞ്ഞ് പുതിയൊരു നൂല് പോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ബാൻഡ് പോലെ ഇങ്ങനെ എന്ത് ചെയ്യും, നിൽക്കും. അതിനനുസരിച്ച് അത്രത്തോളം എണ്ണം കൂടുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഏരിയ വരും. അതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന, ലിമിറ്റ് വെച്ച് ചെയ്യുന്നതിനാണ് ഇന്റഗ്രൽ. എവിടുന്ന് മുതൽ എവിടെ വരെ, a മുതൽ b വരെ, a to b. ഈ ഒരു ഫംഗ്ഷനെ f(x) എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ സാധാരണ ഫംഗ്ഷൻ സൂചിപ്പിക്കുന്നത് f(x) ആണ്. എന്തുകൊണ്ട് dx എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചെറിയൊരു ഭാഗം. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇന്റഗ്രേഷൻ. നേരത്തെ ഡിഫറൻസിയേഷൻ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസിയേഷനിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതേപോലെ ഇന്റഗ്രേഷനിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ രണ്ടിനും കൂട്ടി പിടിക്കുന്ന പേരാണ് കാൽക്കുലസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല.
ജസ്റ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, നോട്ട് ഉണ്ടാക്കണം, പഠിക്കണം, മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ഒരു ഡബിൾ ഇന്റഗ്രൽ ഒക്കെ പഠിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഇന്റഗ്രേഷൻ ഒക്കെ നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ഇക്വേഷൻസ് മാത്രം. ഇപ്പൊ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ് എക്സ് റൈസ് ടു n + 1 ഡിവൈഡഡ് ബൈ n + 1 എന്നുള്ള ആ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നുകൂടി കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. താങ്ക് യു.